ലതീഷ് നോക്കൂ, 2.5 മാസത്തിന് ശേഷമാണ് അർജുൻ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു തിരിച്ചുവരവായിരുന്നില്ല നാം ഒന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പ്രാർത്ഥനകളെല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വാർത്ത നമ്മളിലേക്ക് എത്തിയത്. 72 ദിവസങ്ങൾ ശേഷം അർജുൻ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്, അതും ചേതനയേറ്റ ശരീരവുമായി. അത്തരത്തിൽ നാട് അർജുനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ ദുഃഖത്തിലാണ് ഈ നാട്ടുകാരും ഈ ഗ്രാമമാകെ നിൽക്കുന്നത്. കാരണം ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. ആ അർജുൻ അവസാനമായി ഒരു വിട നൽകാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പറയാവുന്ന പോലെ തന്നെ 72-ാം ദിവസമാണ് അർജുൻ്റെ മൃതദേഹം ലോറിക്കുള്ളിൽ നിന്ന്, ട്രക്കിനുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. അതുവരെ മലയാളികൾ സ്വന്തം വീട്ടിലെ ഒരാൾ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അർജുനായി കാത്തുനിന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്, ACP ഉമേഷ് സാറുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, പോലീസ് ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അതിൻ്റെ? കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴി സ്റ്റെറലാക്കിയിട്ടുണ്ട്. കർണാടകയിലെ വഴി സ്റ്റെറലാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നും വിടുന്നില്ല. അതുപോലെ വഴിയിൽ നിർത്തിയിട്ട് ചെറിയ വാഹനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട എമർജൻസി വണ്ടികൾ മുഴുവൻ കക്കോടി വഴിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടിൻ്റെ ഒരു മൊത്തം വികാരമായി ഈ അർജുൻ മാറിയിട്ടുണ്ട്. ആ നിലയിൽ അർജുനുള്ളൊരു വികാരപരമായ യാത്രയയപ്പായിരിക്കും ഈ വീട്ടിൽ ഉണ്ടാവുക. എന്തായാലും നിരവധി ആളുകൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന മുഴുവൻ ആളുകൾക്കും അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ആര്യ, തീർച്ചയായും മോഹനൻ മാസ്റ്റർ പറഞ്ഞു വെച്ചതുപോലെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന ആ ചെറുപ്പക്കാരൻ. ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഒരു തിരിച്ചുവരവായിരുന്നില്ല എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. എല്ലാവിധ സഹായങ്ങളും കുടുംബത്തിനാണെങ്കിലും എല്ലാവിധ സഹായങ്ങളും ഇനിയും തുടരുമെന്നാണ് ഇപ്പോൾ മോഹനൻ മാസ്റ്റർ അടക്കം പറഞ്ഞു വെച്ചത്. ലതീഷ, ഈ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഈ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്താൻ ഇനി അധികം സമയമില്ലെന്ന് മനസ്സിലാക്കുന്നു. വീട്ടിലുള്ള ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? ആര്യ, ഒരു 1.5-2 മണിക്കൂറെങ്കിലും എടുക്കും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് വീട്ടിലെത്താൻ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മൃതദേഹം കാണാനുള്ള ക്രമീകരണങ്ങളെല്ലാം, അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണമെല്ലാം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ നാട്ടുകാരും അതേപോലെ തന്നെ ഇവിടെ കുടുംബാംഗങ്ങളുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആളുകളുണ്ട്. ആ നിലയിൽ ഈ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാതിർത്തിയായ അഴിയൂരിൽ വെച്ച് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി AK ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീട്ടിലേക്ക്, കണ്ണാടിക്കലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിക്കൽ എത്തുന്നതിന് മുമ്പായി തന്നെ ലോറി ഉടമകളും അതേപോലെ തന്നെ അർജുൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ദേശീയപാത ബൈപ്പാസിൽ വെച്ച് മൃതദേഹം ഏറ്റുവാങ്ങും. അവർ അവിടെ നിന്നൊരു വിലാപയാത്രയായി കണ്ണാടിക്കലിലേക്ക് എത്തിക്കും. കണ്ണാടിക്കലിൽ നിന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള വിലാപയാത്ര ആരംഭിക്കും. തന്നെ മൃതദേഹം വീട്ടിലെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആര്യ, ശരി, AK ലതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.